സമസ്ത കേരള ജമിയത്തുലമക്ക് ഇല്ലാത്ത അതിനെ പർവ്വതീകരിച്ചു കൊണ്ട് പറയണമെന്ന് നമ്മൾ ആരോടും പറയുള്ളത് പറഞ്ഞാൽ മതിയല്ലോ. സമസ്ത കേരള ജമിയത്തുലമക്കുള്ള ഗുണങ്ങൾ അത് പറയാൻ തന്നെ ഒരു പാടുണ്ട്, അത് പറഞ്ഞാൽ മതി എല്ലാവരും. അപ്പോൾ ഇതിവിടെ ഓരോരുത്തരെയും കൊടുന്ന് നമ്മൾ പ്രസംഗിപ്പിക്കുന്നത് ഇല്ലാത്ത ഗുണങ്ങളൊക്കെ പറഞ്ഞ് സമസ്തനെ പൊന്തിക്കാൻ വേണ്ടിയല്ല. ഇപ്പോൾ ഉമർ ഫൈസി പറഞ്ഞല്ലോ, നമ്മൾ ഇത് ആളുകളെ കൂട്ടാൻ വേണ്ടിയോ അങ്ങനെ നമുക്ക് അഹങ്കരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ സമ്മേളനം ഇതൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഉമർ ഫൈസി നിങ്ങളോട് പറഞ്ഞല്ലോ അതിന് വേണ്ടിയല്ല നടത്തുന്നത്. അത് ഞാൻ ഇന്നലെയും പറഞ്ഞു. ഉമർ ഫൈസി പറഞ്ഞ അതേ വാക്ക് ഇന്നലെ മണ്ണാർക്കാട് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്ര ആളുകൾ കൂടിക്കൊണ്ടിട്ട് നമ്മളുടെ ഒരു അഹങ്കരിക്കാനോ അതിനൊന്നും വേണ്ടിയല്ല. അത് ആളുകളോടൊക്കെ നമ്മൾ കൂടാൻ പറയല്ല. ആളുകൾ ഇതിൻ്റെ ഈ നന്മ കണ്ടിട്ട് ഈ സംഘടനയെ അവർ ബഹുമാനിക്കുന്നുണ്ട്, അവർ ആദരിക്കുന്നുണ്ട്, അവർ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതിനെ അവർ എന്തായിട്ടുണ്ടെന്നറിയോ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് ഈ സംഘടനയെ ആ നിലക്ക് സ്നേഹിച്ചു കൊണ്ട് വന്നവരാണ് ഈ ആളുകളൊക്കെ. എല്ലാ സ്ഥലത്തും നോക്കിയാലും ഒരു സാധാരണ ഒരു സന്ദേശയാത്രകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ പല സന്ദേശയാത്രകളിലും കൂടിയതാണ് സമസ്തനോട് ബന്ധപ്പെട്ട് തന്നെ. അത് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും അല്ലാതൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ 100ാം വാർഷികത്തോടു കൂടി എനിക്ക് എന്തോ ഒരു ഉയർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അത് മഹാന്മാരാകുന്ന ഇതിലേക്ക് നേതൃത്വം നൽകിയ മഹത്തുക്കളാവുന്ന നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ അസാഹിത്യത്തിൻ്റെ ആ മദത് കൊണ്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എവിടെ ചെന്നാലും അതിൻ്റെ സമ്മേളനങ്ങളുണ്ടല്ലോ, നമ്മളെ ഈ സ്വീകരണ സമ്മേളനങ്ങൾ, അത് വളരെ അഭൂതപൂർവമായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരോടും ഒരു വെറുപ്പില്ല, ആർക്കും നമ്മളോടൊരു വെറുപ്പുണ്ടാവരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് അതിൻ്റെ ശക്തി എല്ലാവരും മനസ്സിലാക്കണം. അതിനെ ചെറുതായി ആരും കാണിക്കരുത്. അതിനെ മനസ്സിലാക്കണ നിലക്കുള്ളതായ വാക്കുകളോ പ്രവർത്തനങ്ങളോ അതാരെന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നാലും മിഞ്ഞാന്നൊരു ഒരു ചാനലിൽ ചില ആവശ്യമില്ലാത്ത ചിലത് കണ്ടു. അതെന്താണെന്ന് ചോദിച്ചാൽ സമസ്ത വഴങ്ങിയെന്നോ അല്ലെങ്കിൽ സമസ്തനെ വീങ്ങിയെന്നോ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. സമസ്ത ആരെ മുന്നിലും വാങ്ങി കൊടുക്കണേ, അല്ലെങ്കിൽ സമസ്തനെ ആർക്കും വീങ്ങാനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. മനസ്സിലായി? അങ്ങനെ ആകുമ്പോൾ ഈ പണി ഇവിടെ നിർത്തുകയും ചെയ്യും. അന്ന് മുതൽ ഇത് അവസാനിപ്പിക്കും. സമസ്തൻ്റെ പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് ഞാനത് ഒഴിവാകും അങ്ങനെയാണെങ്കിൽ, ആരെങ്കിലും ഇതിൽ വീങ്ങി. അപ്പോൾ സമസ്ത അങ്ങനെ ഇല്ലാത്ത റിപ്പോർട്ടുകൾ ചാനലുകൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം അങ്ങനെയല്ലോ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞങ്ങളോട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വിശ്വാസപരമായി അത് വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്ന് ആണത് സ്വീകരിക്കേണ്ടത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിന് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ സംവിധാനങ്ങളുള്ള സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ തലീകെട്ട് കെട്ടിയ ആളുകളാകുമ്പോൾ അവർക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കരുത്. അവർ ഈ ലോകത്ത് നിങ്ങളെ മാതിരിക്കന്നെ ഇവിടെ ജീവിച്ച് വളർന്ന് ഈ ലോകത്തുള്ള എല്ലാ സംഗതികളും മനസ്സിലാക്കുന്നവരും അതിനെ സംബന്ധിച്ച് അറിയുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ മാധ്യമങ്ങളോടും ചാനലുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്. പിന്നെ അതല്ലാതെ ഏതെങ്കിലും വാട്സപ്പിലോ മറ്റോ കൂകുന്നവനോടല്ല. അവനക്കൊക്കെ പലതും എന്തും കൂവാം. പൈസ കിട്ടിയാൽ അതനുസരിച്ച് അവനക്ക് ജീവിതമാർഗ്ഗമുള്ളത്. നമ്മളാരും ജീവിതമാർഗ്ഗം മുടക്കാൻ പോകണ്ട. ഇതൊക്കെ എന്തെങ്കിലും തോന്നിയ സ്ഥലം പറഞ്ഞ് കണ്ടിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. അതാണ് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നതൊക്കെ കിട്ടട്ടെ, അതിനൊന്നും ഇപ്പോൾ നമ്മൾക്ക് എതിരില്ല. പക്ഷെ അതുമല്ല, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ചാനലുകളൊക്കെ വിഷയങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ശരിക്ക് അന്വേഷിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഉണർത്തുകയാണ്. ഇതിപ്പോൾ ഏത് ചേരയാണെങ്കിലും ചവിട്ടിയാൽ ചിലപ്പോൾ കടിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു പാവം സംഘടനയാണ്. ഇതിൻ്റെ നേരത്തെ ആർക്കും ഉദരകേര ഇതിനെപ്പറ്റി എന്തും പറയാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അപ്പോൾ അത് ചെറിയ ഒരു നമ്മൾ പറയലുണ്ടല്ലോ, ചേരാണെങ്കിലും ചവിട്ടിയൊക്കെ അടിക്കുമെന്ന്. അപ്പോൾ അത് വിഷമില്ലാന്നൊന്നും വിചാരിക്കേണ്ട, വിഷം ഈ സംഘടന ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് കടിക്കുമ്പോൾ ചിലപ്പോൾ നല്ല കടിയാണ് ഈ കാരം കടിക്കുക. അപ്പം അതുകൊണ്ട് അപകീർത്തിപ്പെടുത്താൻ ആരും ശ്രമിക്കരുത്. ഈ നല്ല നിലക്ക് അങ്ങോട്ടും കൊണ്ടുള്ള എല്ലാവരും തമ്മിലുള്ള ഐക്യവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിട്ട് എല്ലാവർക്കും ഇവിടെ നന്മ വേണം. എല്ലാവർക്കും ആ നന്മ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നന്മ അല്ലാത്ത മറ്റൊന്നിനെ ആർക്കും ആഗ്രഹിക്കുന്നില്ല.
ആ നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇതിൻ്റെ എല്ലാ നിലക്കുള്ള വിജയത്തിന് വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം. മറ്റുള്ള കക്ഷികളോടും മറ്റുള്ളതായ രാഷ്ട്രീയ കക്ഷികളോടും മറ്റുള്ളതായ മതക്കാരോടൊക്കെ പറയാനുള്ളത്, നമ്മളെ സമ്മേളന വിജയത്തിന് വേണ്ടി എല്ലാ നിലക്കുള്ള സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തരണം. തുടർന്നും അതൊക്കെ ഞങ്ങൾ എന്നും അത് നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് ഇതിവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ദുആയാണ് ആവശ്യപ്പെടുന്നത്. അത്